ഒരുപാട് ആളുകള് അവരുടെ വിഷമം അകത്തിട്ട് കൊണ്ട് നടക്കും. വിഷമം ഉള്ളില് ഒത്തിരി വിഷമമുണ്ട്. ഈ ചിരിക്കുന്ന ആളുകളെ കാണാൻ വളരെ ചുരുക്കമാണ്. നമ്മുടെ വിചാരം എന്താണെന്നറിയോ? നമ്മൾ വളരെ പ്ലസന്റ് ആണെന്നാണ് നമ്മുടെ വിചാരം. നമുക്കറിയില്ല, ആരെയും കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഫോട്ടോ എടുപ്പിക്കണം. ഇപ്പൊ സിസ്റ്റർ വേറൊരു സിസ്റ്ററിനോട് പറയണം, ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ എടുക്കാൻ പറയണം. ആ ഫോട്ടോയാണ് ശരിക്കുള്ള നിങ്ങൾ. മറ്റേതെല്ലാം നമ്മൾ പോസ് ചെയ്ത് എടുത്തതാണ്, അത് അഭിനയമായിരുന്നു. ശരിക്കും നമ്മൾ എങ്ങനെയാണോ കാണപ്പെടുന്നത് എന്ന് കാണണമെങ്കിൽ നമ്മൾ അറിയാതെ ആളുകൾ ഫോട്ടോ എടുക്കണം. നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ മനസ്സിലായി, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. ചിരിക്കത്തില്ല, മിണ്ടത്തില്ല, ആരെയും നോക്കത്തില്ല, ഭയങ്കര സീരിയസ് ആണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്തെന്നറിയാം? നന്നായിട്ട് ചിരിക്കുക എന്നുള്ളതാണ്. ചിരിക്കണ ആളുകളെ കണ്ട സംസാരിക്കണം. ചിരിക്കാൻ പറ്റാത്ത എന്തെന്നറിയാം? ശ്രദ്ധിക്കുക, നമ്മുടെ അകത്ത് ഒരുപാട് വിഷമമുണ്ട്. നമ്മുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമ്മൾ ഈ വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യവും കെട്ടിയവന്റെ കാര്യവും പിന്നെ മഠത്തിലെ കാര്യവും പിന്നെ എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. ആലോചിച്ച് നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. സന്തോഷമുള്ളവരാവാൻ എന്താ വഴിയെന്നറിയാമോ? ഇതൊന്നും ആലോചിക്കരുത്. ഇത് ആലോചിക്കുന്നതിന് പകരം എന്റെ കർത്താവിന് എന്നോട് എന്തോരം സ്നേഹമാ, എന്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ല, ആയുഷ്കാലം മുഴുവൻ എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടായിരിക്കും, ഞാൻ കാലുകുത്തുന്നിടത്തെല്ലാം ദൈവമായ കർത്താവ് ആ ദേശം എനിക്ക് തരും, ആയുഷ്കാലത്തൊരിക്കലും എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, മോശയോട് കൂടെ എന്ന പോലെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരിക്കും, എന്റെ കർത്താവ് എനിക്ക് അഭിവൃദ്ധി ഐശ്വര്യം തരും, എന്നോട് ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമുണ്ട്. നിങ്ങൾ വചനം ചിന്തിച്ചുകൊണ്ട് നടക്കാൻ പരിശീലിക്കണം. ഇത് എളുപ്പമല്ല. നമ്മുടെ തലയിൽ എന്താ വരുന്നതെന്നറിയാം? നമ്മുടെ തലയിൽ വരുന്ന മുഴുവൻ നമ്മുടെ വിഷമങ്ങളായിരിക്കും വരാൻ പോകുന്നത്. പ്രാക്ടീസ് ചെയ്യണം. സിസ്റ്റേഴ്സിനൊക്കെ ഈസി ആയിട്ട് പറ്റും. എന്താണെന്നറിയാം? എപ്പോഴും മനസ്സിലായോ? നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ദൈവ സാന്നിധ്യ സ്മരണ. എപ്പോഴും, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 2-3 വചനം വായിക്കണം. എന്നിട്ട് ആ ദിവസം മുഴുവൻ ആ വചന ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. ആ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ വചനം ഓർക്കണം. എന്നിട്ട് ആ വചനത്തെ കുറിച്ച് ധ്യാനിച്ച് സന്തോഷിക്കണം. മനസ്സിലായോ? പത്തായത്തെ കൊല വഴുത്തിരിക്കുന്ന കണ്ട് സന്തോഷിക്കുകയല്ല, മറിച്ച് ഈ വചനം അകത്ത് കിടന്നിങ്ങനെ ആലോചിച്ച് സന്തോഷിക്കണം. അപ്പൊ എന്താണെന്നറിയാമോ? നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു ഓറ രൂപപ്പെടും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു പ്ലസന്റ് ഫീലിംഗ് രൂപപ്പെടും. നമ്മളെ ആർക്ക് കണ്ടാലും ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ചിന്തയാണോ നമ്മുടെ വികാരമാണോ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്? അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണോ, അതോ നമ്മുടെ വികാരം, ഇമോഷൻ ആണോ, തിങ്കിങ് ആണോ, തോട്ട്സ് ആണോ? ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഏതാ? ഇമോഷൻസ് ആണ്, ചിന്തയല്ല. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ വികാരം എന്താണ്. ഇപ്പൊ നമ്മൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് എന്തുണ്ടാവും? നല്ല സന്തോഷം. നമ്മളൊന്നും പറയണ്ട, പ്രത്യേകിച്ച് അയ്യോ ഞാൻ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മറിച്ച് നമ്മളൊന്നും പറയാതെ തന്നെ ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരുന്നവർക്ക്